പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. ഇന്ന് സഹയാത്രികയിൽ സംസ്ഥാനത്തെ മികച്ച അംഗനവാടി വർക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട MS ഉഷാദേവിയുമായി അഭിമുഖം. നമസ്കാരം മാം. നമസ്കാരം. മികച്ച അംഗൻവാടി വർക്കർക്കുള്ള അവാർഡാണ് ലഭിച്ചത് അല്ലേ? അപ്പോൾ നേടിയവരിൽ ഒരാളാണ്. അതെ. അപ്പോൾ മറ്റ് എത്ര പേരാണ് ഈ അവാർഡ് കിട്ടിയത്? നമ്മുടെ ഓരോ ജില്ലയിലും 3 വർക്കർമാരുണ്ടാകും. ആ വർക്കർമാരിൽ ഒരാൾ ഞാൻ. ആലപ്പുഴ ജില്ലയിലെ 3 വർക്കർമാരിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ അവാർഡ് നേടിയവർ 3 പേരാണ്. അതിലൊരാളാണ് ഉഷാദേവി അല്ലേ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ അവാർഡ് ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകുന്നത്? അത് നമ്മുടെ അംഗൻവാടി പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടാണ് നമുക്കതിൽ മാർക്ക് ഇടുന്നത്. അതിൻ്റെ നമ്മളെ ALMC മീറ്റിങ്ങുകൾ, ഞങ്ങൾക്ക് അംഗൻവാടികളിൽ ഒരു മീറ്റിങ്ങുകളുണ്ടാവും, പിന്നെ രജിസ്റ്ററുകളുണ്ടാവും. കുട്ടികളുടെ എങ്ങനെയാണ് അവരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടാണ് നമുക്കിതിലൂടെ നോക്കുന്നത്. അങ്ങനെയാണ് അവാർഡ് നൽകുന്നത്. അതെ. ഒരു അംഗൻവാടി വർക്കർ എന്ന് പറയുമ്പോൾ പ്രവർത്തന രീതി എങ്ങനെയാ? അല്ലെങ്കിൽ ഒരു അംഗൻവാടി അതിന് മുഴുവൻ ചുമതലയും ഒരു അംഗൻവാടി വർക്കർക്കാണോ? അല്ല, നമ്മുടെ കൂടെ ഒരു ഹെൽപ്പർ കൂടെ ഉണ്ടാകും. അപ്പൊ 2 പേരും കൂടി ഒത്തു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അംഗൻവാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ നമ്മൾ 2 പേരും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി, ഈ പിഞ്ചു കുഞ്ഞുങ്ങളാണ്, 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള കുട്ടികളാണ് അംഗൻവാടിയിൽ വരുന്നത്. ഇപ്പം അറിയാലോ, ഇപ്പം LKG ഒക്കെ തുടങ്ങിയേക്കണതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന കുട്ടികൾ വളരെ കുറച്ചായിരിക്കും. അത് 3 വയസ്സിന് 4 വയസ്സുള്ള വരെയുള്ള കുട്ടികളെ ഞങ്ങൾക്ക് മിക്കവാറും കിട്ടുള്ളൂ. പിന്നെ ചിലപ്പോഴെങ്ങാനും 4 വയസ്സ് 5 വയസ്സ് വരെയുള്ള കുട്ടികളെ കിട്ടും. അതല്ലാതെ ഇപ്പം LKG പ്രീ പ്രൈമറി ഒക്കെ ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ നമുക്ക് അംഗൻവാടികളിലേക്ക് വരുന്നുള്ളൂ അല്ലേ? അംഗൻവാടിയിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ അംഗൻവാടി കുട്ടികളിൽ ഇപ്പം എനിക്ക് തോന്നുന്നു അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണോ? അല്ല, എല്ലായിടത്തും അംഗൻവാടിയുണ്ട്. നഗരങ്ങളിലും ഉണ്ട് അല്ലേ? ഇപ്പോൾ ഉഷാദേവി വർക്ക് ചെയ്യുന്ന അംഗൻവാടി അതെവിടെയാണത്? അത് അരൂക്കുറ്റി പഞ്ചായത്തിൽ കൊമ്പനാമുറി എന്ന സ്ഥലത്താണ് എൻ്റെ അംഗൻവാടി ഉള്ളത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഏകദേശം എത്ര കുട്ടികളുണ്ട്? ഇപ്പം 16 കുട്ടികളുണ്ട്. നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് പോന്നു. ഇപ്പം എൻ്റെ അംഗൻവാടിയിലെന്ന് വെച്ചാൽ ഇപ്പം പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ കുട്ടികൾക്ക് യൂണിഫോം ഉണ്ട്. അത് ശരി. അപ്പം മുൻപ് യൂണിഫോം ഉണ്ടായിരുന്നില്ല? മുൻപ് ഞാൻ ചെന്നതിന് ശേഷം, അല്ലെങ്കിൽ അവിടെ 2-3 സെന്ററുകൾ മാത്രം യൂണിഫോം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ടീച്ചർമാരാണ് അതിന് മുൻകൈ എടുക്കുന്നത്. അപ്പൊ ഈ യൂണിഫോം ടീച്ചേഴ്സാണോ അത് വാങ്ങി? അല്ല 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 നമ്മള് പാരന്റ്സ്, നമുക്ക് മീറ്റിങ്ങുകൾ ഉണ്ടാവുമല്ലോ, മന്ത്ലി ഞങ്ങൾക്ക് മീറ്റിങ്ങുകളുണ്ട്. ആ മീറ്റിങ്ങുകൾ നമ്മൾ പറയുമ്പോൾ, പാരന്റ്സിനോട് പറയുമ്പോൾ അവരോടും കൂടി ഉള്ള ഒരു ഇതോട് കൂടിയിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് യൂണിഫോം പറയുന്നത്. അത് നമ്മൾ തന്നെ പോയി യൂണിഫോം 2-3 കളർ ഇത് പറഞ്ഞിട്ട് അവരോടും കൂടിയുള്ള ഇഷ്ടത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആഴ്ചയിൽ തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി 4 ദിവസം യൂണിഫോം, 2 ദിവസം കളറ്. ഞായറാഴ്ച ഇല്ല, ഞായറാഴ്ച അവധി. ഞായറാഴ്ച അവധിയാണ്. അപ്പോൾ ഈ ഒരു അവാർഡിലേക്ക് നമ്മൾ എത്തുന്നത്, അല്ലെങ്കിൽ ഉഷാദേവിയെ തിരഞ്ഞെടുക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ ആ ജില്ലയിൽ നിന്നുള്ള 3 അംഗൻവാടി വർക്കർമാരെയല്ലേ തിരഞ്ഞെടുത്തത്? അതെ അതെ. അപ്പോൾ അതിന് അപേക്ഷിക്കാനായിട്ട് എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടായിരുന്നോ? അങ്ങനെ യോഗ്യതകൾ, ഇത്ര യോഗ്യതയുള്ള ആൾക്കേ അപേക്ഷിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെയല്ല, സ്വന്തമായിട്ട് കെട്ടിടം വേണം. അംഗൻവാടി കെട്ടിടം വേണം. പിന്നെ കുട്ടികൾ വേണം. പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലായിരിക്കണം. അത് ഓരോ മാസവും നമുക്ക് സൂപ്പർവൈസർ വിസിറ്റിന് വരും. വിസിറ്റിന് വന്നിട്ട് രജിസ്റ്ററുകളെല്ലാം നോക്കും. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അവർ വിലയിരുത്തും. അതൊക്കെ നോക്കിയിട്ടാണ് ഇവർ സൂപ്പർവൈസറും CDPO, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, ബ്ലോക്ക് മെമ്പർ എല്ലാവരും കൂടെ വന്നിട്ടാണ് നമുക്കിങ്ങനെ ഒരു അവാർഡിന് തിരഞ്ഞെടുത്തത്. അപ്പൊ അങ്ങനെ അവരുടെ ഒരു വിലയിരുത്തലാണ് ഈ അവാർഡ് നിർണ്ണയിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഉഷാദേവിയുടെ ഒരു അംഗൻവാടിയിലെ ആ ഒരു ജോലി അല്ലെങ്കിൽ അതിന്റെ ഒരു രീതി അതെങ്ങനെയാണ്? അത് ഞങ്ങൾക്ക് 9:30 to 3:30 വരെയാണ് അംഗൻവാടി ടൈം. പിന്നെ 3:30 to 4:30 ഹൗസ് വിസിറ്റ് ആണ്. നമ്മൾ കറക്റ്റായിട്ട് സമയത്ത് അംഗൻവാടി ചെല്ലും.
ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ഹെൽപ്പറും അതെ, ഹെൽപ്പറും വന്ന് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് പിള്ളേരെ നമ്മൾ വരുമ്പോൾ തന്നെ അവരെ സ്വാഗതം ചെയ്തിരുത്തും. പിന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് ഓരോ തീമുണ്ട്, തീം ബേസ് ചെയ്തിട്ട് ഇല്ല, മാസത്തിൽ 2 തീമും പിന്നെ ഓണം അങ്ങനെ ഉള്ള ഉത്സവങ്ങളനുസരിച്ചുള്ള ഒരു ഉപ തീമുകളും ഉണ്ടാവും. അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കളിയിലൂടെ പഠനം, അതാണ് അംഗൻവാടിയിലെ രീതി. അപ്പം നമ്മൾ കളിയിലൂടെ പിള്ളേർക്ക്, കുഞ്ഞു മക്കളല്ലേ, അവരെ ആ കളിയിലൂടെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ ഓരോ ടീച്ചിങ് മെറ്റീരിയൽ ഉണ്ടാക്കി അത് കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് പിള്ളേരെ നമ്മൾ ഓരോ കാര്യങ്ങളും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ എന്നും പറഞ്ഞ് ഓരോ കുട്ടികൾക്കും നമ്മൾ അത് ചെയ്ത് കുട്ടികളുടെ ഫോട്ടോ ഒക്കെ കളറിങ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ അത് അവരുടെ സപ്പോർട്ടും കൂടി ഉണ്ട്, പാരൻസിൻ്റെ സപ്പോർട്ടും കൂടി ആയിട്ട് കൊണ്ടുവരികയും ചെയ്യും. പിന്നെ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന പ്രവർത്തനങ്ങൾ, അതായത് കളറിങ്, ഡ്രോയിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഈ പോർട്ട്ഫോളിയോയിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ECC മീറ്റിംഗ് ഉണ്ട് മന്ത്ലി. ആ മീറ്റിങ്ങിൽ പാരൻസിന് നമ്മളിത് കാണിക്കും. അതായത് പിള്ളേരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കും. ഓരോ മാസവും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഗ്രോത്ത് മോണിറ്ററിങ്, പിള്ളേരുടെ ഹൈറ്റ്, വെയിറ്റ് എടുത്തിട്ട് അവരുടെ എങ്ങനെയാണോ അവരുടെ വളർച്ചാ നിരീക്ഷണം അതവരെ കാണിച്ചു കൊടുക്കും, എല്ലാം ചെയ്യും നമ്മൾ. ശരി. അപ്പം ഇവർക്കിപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കൊടുക്കുന്നില്ലേ നിങ്ങൾ അംഗൻവാടി? ഫുഡുണ്ട്. ഫുഡെന്ന് വെച്ചാൽ ഇപ്പോൾ പഴയ രീതിയിലല്ല, അറിയാലോ, ഇപ്പം പണ്ട് അരിയും പയറും വെച്ച് കഞ്ഞി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കഞ്ഞി ഉപ്പുമാവൊക്കെ. ഇപ്പം അങ്ങനെയല്ല, ഓരോ ദിവസവും പല മെനു പല രീതിയിലുള്ളതാണ്. ഇപ്പം തിങ്കളാഴ്ച ചോറും സാമ്പാറും ആണെങ്കിൽ ചൊവ്വാഴ്ച മുട്ട ബിരിയാണിയാണ്. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഫുഡ് മാറിക്കൊണ്ടേയിരിക്കും. അതേപോലെ ആഴ്ചയിൽ 3 ദിവസം മുട്ടയും ആഴ്ചയിൽ 3 ദിവസം പാലും ഉണ്ട്. അങ്ങനെ എല്ലാ പോഷക ഗുണങ്ങളും കൂടി കൊടുത്തോണ്ടാണ് കുട്ടികളെ നമ്മൾ പരിചരിക്കുന്നത്. ശരി. അപ്പം കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക. അപ്പം ഈ ഫുഡ് എന്ന് പറയുന്നത് അത് കഴിപ്പിക്കാനും എല്ലാം ഹെൽപ്പർ ഉണ്ടാവും? 2 പേരും, ഒരാളെ കൊണ്ട് പറ്റൂല. എന്നുവെച്ചാൽ കുട്ടികൾ കൂടുതലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരാളെ കൊണ്ട് പറ്റില്ല. ചിലപ്പോൾ നമ്മൾ അവർക്ക് വായിൽ വെച്ച് കൊടുക്കും, വാരി കൊടുക്കേണ്ടതൊക്കെ വരും. ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ തൊടൂല്ല. അപ്പം നമ്മൾ അവരെ സ്വന്തം അമ്മമാരെ പോലെ തന്നെ കഴിപ്പിക്കണം. അപ്പം ഞാനാണെങ്കിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അമ്മമാരിപ്പം ഞങ്ങളാണ്. ആ 9:30 മുതൽ 3:30 വരെ അവരുടെ അമ്മമാരും എല്ലാം നമ്മൾ തന്നെയാണ്. നമ്മൾ അത്ര നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ എടുത്ത്, കുഞ്ഞു മക്കളാണ് നമുക്കറിയാലോ, അപ്പം അതേ രീതിയിൽ നമ്മൾ നോക്കിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. അപ്പം ശരിക്കും ഈ ഒരു അംഗൻവാടിയിൽ വരുന്ന ഒരു സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോകുന്നില്ലേ? അതെ. അപ്പോൾ ഒരു ക്ലാസ്സിൽ എങ്ങനെ അച്ചടക്കത്തോടെ ഇരിക്കണം എന്നത് മാത്രമല്ലല്ലോ, ഒരുപാട് പോട്ടി ട്രെയിനിങ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ്, ടോയ്ലറ്റിൽ എങ്ങനെ പോകണം, എങ്ങനെ ഇരിക്കണം, അത് കുട്ടികളിപ്പോൾ തീരെ ചെറിയ കുഞ്ഞുങ്ങളല്ലേ? അതെ, എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് ടോയ്ലറ്റൊക്കെ ഇപ്പം എല്ലാ അംഗൻവാടികളും മസ്റ്റാണ്. നമ്മൾ അവിടെ എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് എന്നെല്ലാം, പിന്നെ ഹാൻഡ് വാഷ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. ഒന്നും അറിയാതെയാണ് ഒരു കൊച്ച് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ആ കുഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ആ കുഞ്ഞിൻ്റെതായ രീതിയിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മളൊരു പരിധി വരെ നമ്മൾ പഠിപ്പിച്ചു തന്നെയാണ് കൊടുക്കുന്നത്. കഞ്ഞി കുടിക്കാൻ പോലും അറിയാൻ പാടില്ല, സ്പൂൺ പിടിക്കാൻ പോലും അറിയാൻ പാടില്ലാതെയാണ് കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം അത് ഒരു പരിധി വരെ, ഞാൻ പറഞ്ഞതേ, ഒരു നല്ല രീതിയിൽ തന്നെ നമ്മളത് പിള്ളേരെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വിടുന്നത്. മറ്റെന്തൊക്കെയാണ് അംഗൻവാടിയിൽ ചെയ്യുന്നത്? മറ്റ് നമുക്ക് AG കുട്ടികളുടെ മീറ്റിംഗ് ഉണ്ടാവും, അഡോൾട്ട്സ് ആൻഡ് ഗേൾസിന്റെ. പിന്നെ വർണ്ണക്കൂടെന്നും പറഞ്ഞ് ഉള്ളത്, അതായത് ഇപ്പം കൗമാരക്കാരായ കുട്ടികളുടെ കൗൺസിലിംഗ് ഉണ്ടാകും. അതെന്താണ്? അതായത് ഇപ്പം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അവർക്ക് ഫോൺ അഡിക്റ്റ്, പിന്നെ അതേപോലെ തന്നെ ഇപ്പം എല്ലായിടത്തും മയക്കുമരുന്നും ഇതൊക്കെ, അപ്പം അതിന് എതിരെയായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കും. കൗൺസിലർ വെച്ച് ക്ലാസ് എടുപ്പിക്കും. പിന്നെ നമ്മളാണെങ്കിലും എല്ലാ മാസവും നമ്മൾ അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. പിന്നെ അവർക്ക് AG കുട്ടികൾക്ക് വേണ്ടുന്ന ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രഗ്നൻ്റായ കുട്ടികൾക്കും
ലാക്ടേറ്റിങ്ങിനും, അതായത് 6 മാസം വരെയുള്ള അമ്മമാർക്കും ഫുഡ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും THRS എന്ന് പറഞ്ഞ് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അവരുടെ പോഷക നിലവാരം നമ്മൾ മെച്ചപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ അംഗൻവാടി വഴിയാണ് ഗർഭിണികൾക്കും അല്ലെ മുലയൂട്ടുന്ന അമ്മമാർക്കും ഉള്ള ഭക്ഷണം കൊടുക്കുന്നത്. ഭക്ഷണവും അല്ലെങ്കിൽ പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രഗ്നൻസിക്ക് നമ്മൾ 5000 രൂപ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നും പറഞ്ഞ് ഒരു, അതായത് ഗവൺമെന്റ് ജോലികളല്ലാത്ത മെറ്റേണിറ്റി ലീവ് കിട്ടാത്ത പ്രഗ്നന്റുകൾക്ക് 5000 രൂപ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ അംഗൻവാടികൾ രജിസ്റ്റർ ചെയ്യും. നമ്മൾ ആ ഒരു ഫോം ഓൺലൈനായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർക്കത് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇപ്പൊ സെക്കൻഡ് ഗേളിനുണ്ട്. രണ്ടാമത്തെ പെൺകുട്ടിയാണെങ്കിൽ ഒറ്റത്തവണയായിട്ട് 6000 രൂപ കൊടുക്കും. അത് നമ്മുടെ അംഗൻവാടി വഴിയാണ് കൊടുക്കുന്നത്. ശരി. അപ്പൊ അത് ഈ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന വഴിയാണ് കൊടുക്കുന്നത്. പിന്നെ വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ? വേറെ പിന്നെ നമുക്ക് ഒരു അംഗൻവാടി എന്ന് വെച്ചാൽ നമ്മുടെ അല്ല, സമൂഹത്തിന്റെയാണ്. നമുക്കൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലുള്ള എല്ലാവരുടെയും കാര്യങ്ങളും എല്ലാ വീടും നമുക്ക് മനഃപ്പാടമായിരിക്കും. ആ ഏരിയയിലുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾക്ക് അറിയാൻ പറ്റും. വീട് സന്ദർശനം 3:30 മുതൽ 4:30 വരെ നമുക്ക് ഗൃഹസന്ദർശനമാണ്. അപ്പൊ എല്ലാ വീടും നമുക്ക് കറക്റ്റായിട്ട് അവിടെ ആരൊക്കെയുണ്ട് എന്നെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഈ അംഗൻവാടി വഴി പ്രായമായവർക്ക് എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഓരോ സ്കീമുകളുണ്ട്. അംഗൻവാടി വഴി നമ്മൾ അക്ഷയ വഴിയാണ് ചെയ്യുന്നത്. എന്നാലും ഓരോ സ്കീമുകളിൽ നമ്മൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, വിധവകളുടെ മക്കൾക്കുള്ള ധനസഹായം, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഡിസേബിൾഡ് ആയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, ഇതെല്ലാം അംഗൻവാടി വഴിയാണ് കൊടുക്കുന്നത്. അംഗൻവാടി വഴിയാണോ അപ്ലൈ ചെയ്യുന്നത്? അംഗൻവാടി വഴിയാണ് കൊടുക്കുന്നത്. അത് ശരി. പിന്നെ നമുക്ക് ജാഗ്രതാ സമിതി ഉണ്ട്. നമ്മുടെ ഏരിയയിലുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ അറിയിക്കുക. ഇനിയിപ്പോൾ നമ്മൾ അറിയിച്ചില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹൗസ് വിസിറ്റ് നടത്തി വേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പൊ അതൊരു പോലീസ് സഹായം വേണമെങ്കിൽ നമുക്കൊരു കമ്മിറ്റി ഉണ്ട്. ശരി. ആ കമ്മിറ്റിയിൽ നമ്മുടെ വാർഡ് ബേസിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അത് പഞ്ചായത്ത് തലത്തിലേക്ക് പോകും. അത് ശരി. അങ്ങനെ പിന്നെ ബ്ലോക്ക് തലത്തിലേക്ക്, പിന്നെ ജില്ലയിലേക്ക്, അങ്ങനെയാണത് പോകുന്നത്. അപ്പം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ളതാണെങ്കിൽ അത് നമ്മുടെ രീതിയിൽ തന്നെ നമ്മളത് ചെയ്തു തീർത്ത്. ഈ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അവർക്ക് ക്ലാസ്സുകൾ നടത്തും. പിന്നെ അവർക്ക് പോഷകാഹാര ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ്. എല്ലാ ക്ലാസ്സുകളും, അതായത് അവർക്ക് അനീമിയ, പിന്നെ അനീമിയെക്കുറിച്ച് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും അനീമിക്കാണ് മിക്ക കുട്ടികളും. അപ്പം അതിന് വേണ്ടുന്ന ക്ലാസ്സുകൾ, അതുപോലെ തന്നെ അവർക്ക് പോഷക ഗുണങ്ങൾ. ഇപ്പം എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയാണ് മിക്ക കുട്ടികൾക്കും. രാവിലെ എണീറ്റ് എങ്ങനെയെങ്കിലും സ്കൂളിൽ പോവുക എന്നുള്ള, മിക്കവാറും ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് പാരൻസിൻ്റെ ഭയങ്കര ഒരു കംപ്ലൈൻറ്റാണ്. അപ്പം അതിനൊക്കെ വേണ്ടുന്നുള്ള ക്ലാസ്സുകൾ, ഒരു അവയർനെസ് ക്ലാസ് അവർക്ക് എടുക്കുന്നുണ്ട്. ഈ ആർത്തവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഈ സാനിറ്ററി നാപ്കിൻ എങ്ങനെ ഉപയോഗിക്കണം അങ്ങനത്തെ ക്ലാസ്സുകൾ എന്തെങ്കിലും എടുക്കുന്നു? അത് JPHN വന്നെടുത്ത് കൊടുക്കും. നമുക്ക് JPHനും ഇപ്പോൾ ഹെൽത്ത് ആയിട്ട് നമുക്ക് കണക്ഷനുണ്ട്. അപ്പോൾ ഹെൽത്തിൽ JPHനോടൊക്കെ പറയുമ്പോൾ അവർ വന്ന് JHIയോ JPHനോ ആശാപ്രവർത്തക സ്ഥിരം നമ്മുടെ അംഗൻവാടി സന്ദർശിക്കും. അപ്പം അവർ വഴിയാണ് ക്ലാസ്സുകൾ, അവർ വഴി ക്ലാസ് എടുക്കും. അവർ വരാൻ പറ്റാത്തപ്പോൾ നമ്മളും എടുത്തു കൊടുക്കും. ശരി. പിന്നെ വേറെ എന്തൊക്കെയാ ചെയ്യുന്നത്? പിന്നെ കൗൺസിലർമാരുണ്ട്. കൗൺസിലർമാരാണെങ്കിലും ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും. അത് കൗമാരക്കാർക്ക് മാത്രമല്ല, പ്രഗ്നന്റിനും ലാക്ടേറ്റിങ്ങിനും നമ്മുടെ പ്രീ സ്കൂളിലെ അമ്മമാർക്കും ഗർഭിണികൾക്കും പിന്നെ നമ്മുടെ അംഗൻവാടി പഠിക്കുന്ന കുട്ടികൾക്ക്, പിന്നെ അമൃതം പൊടി, അതായത് 6 മാസം മുതൽ 3 വയസ്സ് വരെയാണ് നമ്മൾ ന്യൂട്രിമിക്സ് കൊടുക്കുന്നത്. ആ പാരൻസിനും എല്ലാവർക്കും ക്ലാസ് എടുത്തു കൊടുക്കും. അപ്പോൾ നമ്മൾ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ അല്ലേ, അതാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു മികച്ച അംഗൻവാടി വർക്കർ എന്നുള്ള ഒരു അവാർഡ് ലഭിച്ച സ്ഥിതിക്ക് അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം കൂടുകയല്ലേ ചെയ്യുന്നത്? അതെ. ഇതിനെങ്ങനെയാ കാണുന്നേ? ഇനി എന്താ പറയാ, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം.
എന്നുവെച്ചാൽ ഇപ്പം ചെയ്തതിനേക്കാൾ ഇത്തിരി കൂടി മികച്ചതാക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതിന് നമുക്ക് ഏറ്റവും സപ്പോർട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഏരിയയിലുള്ള ആൾക്കാരാണ്. അവർ നമുക്ക് എല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ടാണ്. നമുക്കിപ്പോൾ അംഗൻവാടിയിൽ ഇപ്പം ഞങ്ങൾക്ക് 2 പ്രാവശ്യം പ്രവേശനോത്സവം, ജൂൺ 1-ാം തീയതി, നവംബർ 30, അങ്ങനെയാണ് നമുക്ക് പ്രവേശനോത്സവം വന്നത്. അതെന്താണ് ഈ നവംബർ 30-ന്റെ പ്രത്യേകത? അതായത് പൂജാ ഹോളിഡേ കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത്. അപ്പം ആ സമയങ്ങളിൽ നമുക്ക് എല്ലാ സപ്പോർട്ടും ALMC അംഗങ്ങളെ, നമ്മുടെ വാർഡ് മെമ്പറാണെങ്കിലും മാറി മാറി വരുന്ന ഭരണസമിതികളാണെങ്കിലും നമുക്ക് ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഏരിയയിലുള്ളവരോട് നമുക്ക് എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ അംഗൻവാടിയിലേക്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യമാണെന്ന് പറയുകയാണെങ്കിൽ അവർ നല്ലോണം അത് സഹകരിച്ച് തന്നെ പോകും. ഒരുപാട് കാര്യങ്ങൾ അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ ALMC അംഗങ്ങളാണെങ്കിലും എന്നോട് ചോദിക്കും, ടീച്ചറെ ഞാൻ മിക്ക വർഷവും ചില സമയത്തൊക്കെ പിള്ളേർക്ക് ബാഗൊക്കെ കൊടുക്കുമായിരുന്നു സ്കൂൾ തുറക്കും ജൂണിൽ. അപ്പം എന്നോട് ചോദിക്കും, ടീച്ചറെ ബാഗ് വേണോ? അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട താമസമുള്ളൂ അവർ ചെയ്തു തരാനായിട്ട്. അത്രയ്ക്കും നമുക്ക് ഏരിയയിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് ഉള്ളത്. നമുക്ക് അവാർഡ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് എന്താണെങ്കിലും ഒരു അവാർഡ് വാങ്ങാൻ പറ്റില്ല. എൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞ രീതിയിൽ നിന്നു സുധ സാറ്, എല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ആ ഒരു അനുഗ്രഹവും പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്, ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായേനെ. അപ്പം എല്ലാവരും, പിന്നെ നമ്മുടെ കൂടെയുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, ഹെൽപ്പേഴ്സ്, എല്ലാവരുടെയും കൂടി ഉള്ളതാണിത്. ഈ അവാർഡ് അതെ, എല്ലാവർക്കും കൂടി ഉള്ളതാണ് ഈ അവാർഡ്. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിപ്പോൾ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഭർത്താവ്, കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്? ചേട്ടൻ ഫുൾ സപ്പോർട്ടാണ് എനിക്ക് എല്ലാ കാര്യത്തിനും, അംഗൻവാടിയിലെ കാര്യത്തിനും. ചേട്ടൻ്റെ പേര് മണിയൻ നായർ എന്നാണ്. മക്കള് 2 പേര്. ചേട്ടൻ കൃഷിഭവനിൽ ജോലി ചെയ്യുന്നു, പാർട്ട് ടൈം ആയിട്ടാണ്. പിന്നെ 2 മക്കളുണ്ട്. മോൻ വിഷ്ണു, അവൻ കാനഡയിലാണ്, ഫാമിലി ആയിട്ട് അവിടെ താമസിക്കുന്നത്. മോള് വീണ, ഹസ്ബൻഡിന്റെ കൂടെ UP-യിലാണ്, ഗോരഖ്പൂർ. ഹസ്ബൻഡ് എയർഫോഴ്സിലാണ്. ഉണ്ണി സുഖമായിട്ട് ജീവിക്കുന്നു. ഒരു അംഗൻവാടി വർക്കറിന്റെ മോൻ തന്നെയാണ് എൻ്റെ മരുമകൻ. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. വേറെ പഞ്ചായത്താണെന്നേ ഉള്ളൂ, എന്നാലും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. മികച്ച അംഗൻവാടി വർക്കർക്കുള്ളൊരു അവാർഡ് നേടിയ ഒരു വനിത എന്ന നിലയിൽ നമ്മുടെ സ്ത്രീകളോട് എന്താ പറയുക? നമ്മൾ ഏത് കാര്യവും ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൂടെ ഈശ്വരനുണ്ടാകും. ആ ഒരൊറ്റ വിശ്വാസമുണ്ട് എനിക്ക്. എന്നുവെച്ചാൽ ഈശ്വരൻ അനുഗ്രഹിക്കാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നടക്കില്ല. അപ്പം നമ്മൾ അതേ രീതിയിൽ കുഞ്ഞുങ്ങളെ ഓരോന്നും കാണിച്ചും പറഞ്ഞും കൊടുത്താണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം പിന്നെ അവരെ കൊണ്ടും ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞോണം, കൈ കഴുകാനാണെങ്കിലും സ്പൂൺ പിടിക്കാനാണെങ്കിലും എല്ലാം നമ്മൾ ആദ്യം അവർക്ക് സപ്പോർട്ട് ചെയ്യണം, എന്നാലേ അവരിത് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവരുടെ കൂടെ നിന്ന് തന്നെ, നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് തന്നെ അവരെ സ്നേഹത്തോടുകൂടി തന്നെ ചെയ്യണം. പിന്നെ അവർക്ക് വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കാനും കളിക്കേണ്ട സമയത്ത് കളിക്കേണ്ട കാര്യങ്ങൾക്കാണെങ്കിൽ എല്ലാം നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ കളിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ കൂടെ ഒരു കളിക്കൂട്ടുകാരിയായിട്ട് നിങ്ങൾ മാറേണ്ടി വരും. അതെ അതെ അതെ, കളിക്കൂട്ടുകാരിയായിട്ട് തന്നെ നിൽക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരമ്മ എങ്ങനെയാണോ കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കുന്നത് അതേപോലെ തന്നെ വേണം ഒരു അംഗൻവാടി ടീച്ചറും കുഞ്ഞുങ്ങളോട് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ അവരെ അങ്ങനെ വേണം പരിപാലിക്കാനായിട്ട്. തീരെ ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ. അപ്പം അവർ സ്വന്തം വീട് വിട്ട് ഒരു അംഗൻവാടിയിൽ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ ഉണ്ടാകും അല്ലേ? അപ്പം അത്രയും സമയം അവരുടെ ഒപ്പം ഉള്ള ഒരാളാണ് ഒരു അംഗൻവാടി വർക്കറും അല്ലേ? അതേപോലെ തന്നെ അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഹെൽപ്പറും ഉണ്ട്. ആ 2 പേരാണ് ആ ഒരു അംഗൻവാടിയെ കൊണ്ടുപോകുന്നത് മികച്ച രീതിയിൽ. അവർ 2 പേരും ഒരേപോലെ ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. പരാതികളൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും മാതൃകയായിട്ട് ഒരു അംഗൻവാടി കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വമല്ല? അതെ, തീർച്ചയായിട്ടും. നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഇത്തിരി പാട് തന്നെയാണ്. പൊടി കുഞ്ഞുങ്ങളാണ്, നമ്മൾ അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ നോക്കണം. എന്നാ വെച്ചാൽ കുസൃതി കുടുക്കൾ തന്നെയാണ്. എപ്പോഴാ എവിടെന്നാ ചാടണേന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അവരോട് അതനുസരിച്ച് അവരുടെ കൂടെ തന്നെ നിന്ന് കളിക്കും, ചിരിക്കും, പറഞ്ഞു കൊടുക്കും. അവരുടെ ഒപ്പത്തിനൊപ്പം ആടാനും പാടാനും എല്ലാം നമ്മൾ കൂടെ നിൽക്കണം.
എങ്കിൽ മാത്രം അവർ നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. അതെ. എത്രത്തോളം നമ്മൾ അവരുടെ അടുത്തേക്ക് അവരായിട്ട് നമ്മൾ അവരെ പോലെ നമ്മൾ ചെല്ലുന്നോ അത്രത്തോളം അവർ നമ്മുടെ അടുത്തേക്ക് വരും. അതെ, രാവിലെ ആവുമ്പോൾ എണീക്കുമ്പോഴും അംഗൻവാടിയിലേക്ക് പോകണം അതെ എന്ന് കുട്ടി ആഗ്രഹിക്കണമല്ലോ അല്ലേ? അതെ, ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റം പോലെ ഇരിക്കും. നമ്മൾ എത്രത്തോളം അവരോട് ഇതാവണോ അതേപോലെയൊക്കെ. പിന്നെ ആദ്യം വന്ന കുഞ്ഞുങ്ങളൊക്കെ എന്താണെങ്കിലും കരയാതെ ഒന്നും വരൂല. കുറച്ച് നാളത്തേക്ക് എന്താണെങ്കിലും കരച്ചിൽ തന്നെ. എന്നാലും അത് കഴിയുമ്പോൾ പിന്നെ അവർ നമ്മൾ കൂട്ടായി കഴിഞ്ഞാൽ പിന്നെ പിന്നെ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഒരു അംഗൻവാടിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ താങ്ക് യു മാം. താങ്ക് യു. സംസ്ഥാനത്തെ മികച്ച അംഗൻവാടി വർക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട MS ഉഷാദേവിയുമായുള്ള അഭിമുഖമാണ് നിങ്ങൾ കേട്ടത്. ഇതോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല. എല്ലാ ശ്രോതാക്കൾക്കും ക്ഷേമാശംസകൾ. സഹയാത്രിക